So assignmental, there are a lot of problems. I think problems I'll be dealing it in a whiteboard. So a cross-sectional study, a group of researchers wanted to estimate the prevalence of cephalosporin-resistant E. coli among adult males with urinary tract infections. So from previous literature, the prevalence was found to be 6.5%. If the researchers wanted to estimate the prevalence with 20% relative precision and 95% significance level, what is the minimum sample required? So the formula D is equal to Z into standard error. So you can one mnemonic that you used to remember is disease. DZSC. കൂട്ടിച്ചേർത്താൽ ഡിസീസ് എന്ന് വായിക്കാൻ പറ്റും. SC എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് എററാണ്. ആൻഡ് സ്റ്റാൻഡേർഡ് എറർ ഫോർ പ്രവലൻസിൻ്റെ ഫോർമുല എന്നാണ് √(p(q)/n) ആണ്. അപ്പോൾ റൂട്ടൊക്കെ സ്ക്വയർ ചെയ്താലേ ലൈക്ക് യു ഗെറ്റ് n is equal to z² pq/d². അപ്പോൾ ഇതിൽ D ആണ് പ്രിസിഷൻ. പ്രിസിഷൻ എഴുതിയിട്ടുള്ള 20% റിലേറ്റീവ് പ്രിസിഷൻ. ആബ്സല്യൂട്ട് പ്രിസിഷൻ അല്ല, റിലേറ്റീവ് പ്രിസിഷൻ. ദാറ്റ് ഈസ് 20% ഓഫ് പ്രവലൻസ് ആണ്. അപ്പോൾ 20% ഓഫ് പ്രവലൻസ് ഇവിടെ 6.5% ആണ്. 6.5%ൻ്റെ 20% എന്ന് പറയുമ്പോൾ 1/5 അല്ലേ. അപ്പോൾ 1.3% എങ്ങാണ്ടാണ് പ്രിസിഷൻ വരിക. അപ്പോൾ ഡിനോമിനേറ്ററിൽ 1.3%നെ ഫ്രാക്ഷനായിട്ട് ചെയ്യുകയാണെങ്കിൽ 0.013 ഇൻറ്റു 0.013 ഒരു 0.013 സ്ക്വയർ ആണ് ഡിനോമിനേറ്റർ D² ആയിട്ട് വരുന്നത്. ന്യൂമറേറ്ററിൽ Z² എന്ന് പറയുന്നത് 95% സിഗ്നിഫിക്കൻസ് ലെവലിൻ്റെ Z വാല്യൂ ഇസ് 1.96. ദറ്റ് ഈസ് 2 സ്റ്റാൻഡേർഡ് എറർ എന്നല്ലേ. ആക്ച്വലി 2 എന്നല്ല, ഇറ്റ് ഷുഡ് ബി 1.96. 2 എടുക്കുന്നത് അപ്രോക്സിമേഷനാണ്. അപ്പോൾ 1.96 സ്ക്വയർ, അതിൻ്റെ വാല്യൂ 3.84 ആണ്. ഇൻറ്റു പിന്നെ P ഇൻറ്റു Q ആണ് ന്യൂമറേറ്റർ. P എന്ന് പറയുന്നത് പ്രവലൻസ് 6.5% അല്ലേ. അത് ഫ്രാക്ഷനും ഡെസിമലൊക്കെ ആക്കുമ്പോൾ 0.065 എന്നാണ്. ഇൻറ്റു Q എന്ന് പറയുന്നത് 6.5% ഒരു ഗ്രൂപ്പിൻ്റെ ആണെങ്കിൽ എന്താണ്, മറ്റേത് എന്തായിരിക്കും, ബാക്കിയുള്ളവർ എത്ര ആയിരിക്കും? 100 - 6.5 ദറ്റ് ഈസ് 93.5. അതിനെ ഫ്രാക്ഷൻ ആക്കിയാൽ, ഫ്രാക്ഷൻ ആൻഡ് ഡെസിമൽ ആക്കിയാൽ 0.935. സോ ദ ആൻസർ വിൽ ബി 3.84 into 0.065 into 0.935 divided by 0.013 സ്ക്വയർ. അപ്പോൾ ഏകദേശം 1381 ആണ് കിട്ടുന്നത്. ഇവിടെ 13842 എന്നാണ് കൊടുത്തിട്ടുള്ളത്. That's the answer. So which of the following factors is not essential for calculating sample size of a single mean estimation? ഇതേപോലെ തന്നെ സാമ്പിൾ സൈസിൻ്റെ ഫോർമുല ഓർത്തു വെക്കണം. n is equal to prevalence ആണെങ്കിൽ n is equal to Z² pq/d² അല്ലേ. പക്ഷെ അത് പ്രവലൻസിനാണ്. ഇത് മീൻ എന്നുള്ള ഉണ്ടാകുമ്പോൾ ദറ്റ് ഈസ് n is equal to Z² sigma²/d² ആണ്. അപ്പോൾ Z എന്ന് പറയുന്നത് സിഗ്നിഫിക്കൻസ് ലെവലാണ്. Z എന്ന് പറയുന്നത്. സിഗ്മ എന്ന് പറയുന്നത് പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. D എന്ന് പറയുന്നത് പ്രിസിഷൻ. അപ്പോൾ B, C, D എല്ലാം ഉണ്ട്. നീഡ് ഫോർ സ്റ്റാറ്റിസ്റ്റിക്കൽ സിഗ്നിഫിക്കൻസ് ആണ് ഇല്ലാത്ത ആൻസർ. അപ്പോൾ D is equal to Z² sigma². D is equal to Z² sigma² n is equal to Z² sigma²/d². D² എന്ന് പറഞ്ഞാൽ പൊസിഷനാണ്. സോ എ ആണ് ആൻസറിലില്ലാത്തത്. അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഫോർ കാൽക്കുലേറ്റഡ് സാമ്പിൾ സൈസ് നീഡ് നോട്ട് ബി ഡൺ ഫോർ വിച്ച് ഓഫ് ദ ഫോളോയിങ് റീസൺസ്. സോ സാമ്പിൾ സൈസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താലും പിന്നെ കുറച്ചും കൂടെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യണം. ചില ഒരു ഏകദേശം എല്ലാ സ്റ്റഡീസിലും ഒരു 20% ആൾക്കാരും റെസ്പോണ്ടൊന്നും ചെയ്യില്ല, ലോസ്റ്റ് ഫോളോ അപ്പ് ഒക്കെ ആവും. അപ്പോൾ അതിനൊരു 10% നമ്മൾ സാമ്പിൾ സൈസ് നമ്മൾ ഇൻക്രീസ് ചെയ്യണം ഈ കാൽക്കുലേറ്റ് ചെയ്ത ശേഷം. ഫൈനൈറ്റ് പോപ്പുലേഷൻ സൈസിന് നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം. ക്ലസ്റ്റർ ഡിസൈനിലും തന്നെ ലൈക്ക് യു ഡു വാട്ട് ഇസ് ഇറ്റ് ഡിസൈൻ എഫക്റ്റ് ഇസ് 2 എങ്ങാണ്ടാണ് ക്ലസ്റ്റർ ഡിസൈനിൽ. ദറ്റ് ഈസ്
നിങ്ങൾ ഈ ക്ലസ്റ്ററിലുള്ള ഫൈൻഡിങ് ജനറൽ പോപ്പുലേഷൻ്റെ ഫൈൻഡിങ്ങിനെ റിഫ്ലക്റ്റ് ചെയ്യണമെന്നില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മെഡിക്കൽ കോളേജസിലുള്ള വാക്സിനേഷൻ്റെ prevalence, vaccinated patients, പേഴ്സൺസിൻ്റെ prevalence will be high when compared to general population. അപ്പോൾ ഇത് ഡിസൈൻ എഫക്റ്റ് ഒരു 2 times എങ്ങാണ്ടായിരിക്കും വെൻ കമ്പയർ ടു ജനറൽ പോപ്പുലേഷൻ. അപ്പോൾ ഇതിൻ്റെ ഫൈൻഡിങ് വെച്ചിട്ട് ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ അനാലിസിസ് ചെയ്യുമ്പോൾ ഇത് 2 times ആയിരുന്നു എന്നാണ് അനാലിസിസ് ചെയ്ത ശേഷം യു ഹാവ് ടു മേക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്സ്. സോ അഡ്ജസ്റ്റ്മെൻറ്റ് ഡി ആണ് കറക്റ്റ് ആൻസർ. സോ സാമ്പിൾ സൈസിന് ലൈക്ക് സ്റ്റഡി സെറ്റിംഗ് ഇസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. ഹോസ്പിറ്റൽ കമ്മ്യൂണിറ്റി. State whether true or false. Findings from a pilot study can be generalized to the entire population. That is wrong. Pilot study എപ്പോഴും ഒരു സ്മോൾ പോപ്പുലേഷൻ ആണ്. നമ്മൾ ജസ്റ്റ് നോ ഇഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ സിഗ്നിഫിക്കൻസ് അറിയില്ല ഓർ വാട്ട് ഇസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾക്കറിയില്ല, പ്രെവലൻസ് നമ്മൾക്കറിയില്ലെങ്കിൽ യു ക്യാൻ ഡു ഇനിഷ്യൽ പൈലറ്റ് സ്റ്റഡി. പൈലറ്റ് സ്റ്റഡി ചെയ്ത ശേഷമാണ് നമ്മൾ വേണമെങ്കിൽ ട്രൂ സ്റ്റഡി ചെയ്യാം. Cross-sectional study aims to estimate the prevalence of hydrated liver disease among patients undergoing ultrasonography in a tertiary care hospital. Which of the following parameters is not required? That is prevalence എന്ന് പറയുമ്പോൾ പ്രെവലൻസിൻ്റെ ഇത് പാരാമീറ്റേഴ്സ് എന്താണ്? നമ്മൾ സാമ്പിൾ സൈസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ n=z² pq/n. z എന്ന് പറയുന്നത് സിഗ്നിഫിക്കൻസ് ലെവലാണ്, p എന്ന് പറയുന്നത് അസ്യൂംഡ് പ്രെവലൻസ് ആണ്, d എന്ന് പറയുന്നത് പ്രിസിഷനാണ്. അപ്പോൾ d ആണ്, ദറ്റ് ഈസ് ഇതിൽ ഓപ്ഷൻ ഡി പോപ്പുലേഷൻ വേരിയൻസ്, ദാറ്റ് ഈസ് നോട്ട് റിക്വയർഡ്. പോപ്പുലേഷൻ വേരിയൻസ് എന്ന് പറയുന്നത് σ² ആണ്. ദാറ്റ് മീൻ സ്റ്റഡിയിൽ മീൻ എന്തെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിലാണ് പോപ്പുലേഷൻ വേരിയൻസിൻ്റെ ആവശ്യം. ഇവിടെ പ്രെവലൻസ് ആയതുകൊണ്ട് പോപ്പുലേഷൻ വേരിയൻസ് ഇസ് നോട്ട് റിക്വയർഡ്. ദെൻ വാട്ട് ഈസ് ടൈപ്പ് 1 എറർ? ടൈപ്പ് 1 എറർ എന്ന് പറയുന്നത് ദറ്റ് ഈസ് സപ്പോസ് ഒരു പേഴ്സൺ ഹാസ് കമ്മിറ്റഡ് ക്രൈം. അപ്പോൾ കോടതിയിൽ പോകുമ്പോൾ ആ പിടിച്ച പേഴ്സണ് ലൈക്ക് ജഡ്ജിൻ്റെത് എന്തായിരിക്കും അസംഷൻ? he is not guilty എന്നുള്ളതായിരിക്കും അസംഷൻ. ഇറ്റ് ഈസ് എ ഡ്യൂട്ടി ഓഫ് ദ അഡ്വക്കേറ്റ്, ലോയേഴ്സ് to give evidence and prove that he is guilty, to give the evidence and then he can be proved guilty എന്നുള്ള. അപ്പോൾ ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്, അയാൾ ജഡ്ജ് ഗിൽറ്റി ആക്കിയാൽ എന്താണ്? ദാറ്റ് ഈസ് കോൾഡ് ഫാൾസ് പോസിറ്റീവ് അല്ലേ? അതാണ് ടൈപ്പ് 1 എറർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എൻ ഇന്നസെൻറ്റ് പേഴ്സൺ ഗോയിങ് ടു ജയിൽ അല്ലേ? അപ്പോൾ അതാണ് പ്രോബബിലിറ്റി ഓഫ് റിജക്റ്റിംഗ് എ നൾ ഹൈപ്പോത്തസിസ് വെൻ ഇറ്റ് ഈസ് ട്രൂ. അപ്പോൾ നൾ ഹൈപ്പോത്തസിസ് എന്താണ്? ഹി ഈസ് നോട്ട് ഗിൽറ്റി എന്നുള്ളത്. ആ നോട്ട് ഗിൽറ്റി എന്നുള്ളത് ട്രൂ ആണ്, ഹി ഈസ് നോട്ട് ഗിൽറ്റി. പക്ഷേ അതിനെ റിജക്റ്റ് ചെയ്തിട്ട് ജഡ്ജ് അയാളെ ജയിലിലേക്ക് പറഞ്ഞയച്ചു. സോ ടൈപ്പ് 1 എറർ ഈസ് ഓൾസോ കോൾഡ് ആസ് ആൽഫ എറർ. ഇപ്പോൾ ഓർത്തിരിക്കാൻ ഫാൾസ് പോസിറ്റീവ് എന്നാണ് ഓർക്കുക. അനദർ വേ ഓഫ് റിമെമ്പറിങ് ഇറ്റ് ഇസ് ഐ റിമെമ്പർ ഇറ്റ് ഇസ് റൺ ഹിന്ദുസ്ഥാൻ ടൈംസ്, RNHT. RN എന്ന് പറഞ്ഞാൽ റൺ എന്ന് ഓർക്കുക, HT എന്ന് പറഞ്ഞാൽ ഹിന്ദുസ്ഥാൻ ടൈംസ്, RN എന്ന് പറഞ്ഞാൽ റിജക്റ്റ്, N is null, H is hypothesis, T is true. So rejecting null hypothesis when it is true, that is type 1 error. So what is type 2 error? Type 2 error എന്ന് പറഞ്ഞാൽ ഈ HTയുടെ മുമ്പിലും പിന്നിലും ഒരു F ഇടുക. That is FRNHTF എന്നിടുക. That is failure to reject null hypothesis when it is false. That it is also called as beta. അപ്പോൾ false നെഗറ്റീവ് ആണ്. ദറ്റ് ഈസ് ഗിൽറ്റി ആണ്, പക്ഷേ ജഡ്ജ് അയാൾ വെറുതെ വിട്ടു, ഇന്നസെൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് വിട്ടു. സോ വിച്ച് ഇസ് മോർ പ്രോബ്ലമാറ്റിക്? ഒരു ഇന്നസെൻ്റ് ആളെ ജയിലിൽ അയക്കുന്നതല്ലേ കൂടുതൽ മോശം?
കൂടുതൽ പ്രോബ്ലമാറ്റിക്. സോ ദാറ്റ് ഈസ് വൈ ആൽഫ എറർ ഷുഡ് ബി കെപ്റ്റ് മിനിമം. അതാണ് 5% വെക്കുന്നത് ആൽഫ എറർ. എപ്പോഴും 0.05 വെക്കും ആൽഫ എറർ. ബീറ്റ എറർ എന്ന് പറയുന്ന 20% ഉള്ളൂ വെക്കാം. ദാറ്റ് ഈസ് 0.2. ദാറ്റ് ഈസ് guilty person being set off free. That is false negative. 7th, ability of a study to detect correctly the presence of an association is called as power. That is, if there is a if the patient has committed a crime, how do you detect whether he has committed a crime? That means false negative avoid cheyanam. Appo 1 minus beta, that is called as a power. 1 minus beta is called as a power. That is, easy to understand would be World War II radar ഒക്കെ യൂസ് ചെയ്യുമല്ലോ. എന്ത് റഡാർ യൂസ് ചെയ്യുന്ന എന്താണ്, ഫൈറ്റർ പ്ലെയിൻസ് വല്ലതും വന്നിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല പവറുള്ള റഡാർ ആണെങ്കിൽ ഒരു ചെറിയ പാറ്റ പോലും പോയാൽ എന്താണ്, ആ റഡാർ ബീപ്പ് ചെയ്യും. എന്തോ ഒരു ഫോറിൻ സാധനം വന്നിട്ടുണ്ട് നമ്മൾ ഇന്ത്യൻ സ്കൈസിൽ, ആൻഡ് യു ക്യാൻ ടേക്ക് പ്രിക്കോഷൻസ്. ഇത് പിന്നെ ഒരു ശരിക്കുള്ള ഫൈറ്റർ പ്ലെയിൻ വന്നു, എന്നിട്ട് അതിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്താണ്, ദാറ്റ് ഈസ് ഫോൾസ് നെഗറ്റീവ്. ദാറ്റ് മീൻസ് യു ടെൽ ആ റഡാറിന് പവർ ഇല്ല ഡിറ്റക്റ്റ് ചെയ്യാനുള്ളതെന്ന്. അപ്പോൾ അതുകൊണ്ട് ആ പവർ ഇസ് കോൾഡ് as 1 minus false negative or beta. So 1 minus beta is power. So power is the ability of the study to detect the presence of an association. So standard deviation of a sampling distribution is called systematic error. Standard deviation of a sampling error is called as standard error ആണ്, systematic error അല്ല. It is called as standard error. So standard deviation of population is referred by the Greek term sigma. Standard deviation of a sample is called as S. പിന്നെ ഈ എല്ലാ സാമ്പിൾസിൻ്റെയും മീൻ വാല്യൂ എല്ലാം എന്താ ടാബുലേറ്റ് ചെയ്താൽ അതിനെ ഒരു ഗ്രാഫ് വെച്ചാൽ അതും ഒരു ബെൽ ഷേപ്ഡ് കർവ് വരും. അതിനാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ആ സാമ്പിൾ ഡിസ്ട്രിബ്യൂഷൻ്റെ അതിനൊരു മീൻ ഉണ്ടാവുമല്ലോ, അതിന് മീൻ ഓഫ് ദിസ് നോർമൽ വാട്ട് ഇസ് ദറ്റ് സാമ്പിൾ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് പറയുന്നത് സ്റ്റാൻഡേർഡ് എറർ. സോ ഹിയർ ഇറ്റ് ഇസ് കോൾഡ് എ സിസ്റ്റമാറ്റിക് എറർ. സോ സിസ്റ്റമാറ്റിക് എറർ എന്ന് പറയുന്നത് 2 എറേഴ്സാണ് ഉള്ളത്, റാൻഡം എററും സിസ്റ്റമാറ്റിക് എററും. അത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ല. സോ ഡിസൈൻ എഫക്റ്റ് ഇസ് കൺസിഡേർഡ് ഫോർ വിച്ച് ഓഫ് ദ ഫോളോയിങ് സാമ്പിൾ സ്ട്രാറ്റജി. സോ അത് ക്ലസ്റ്റർ സാമ്പിളിംഗ് ആണ്. ഡിസൈൻ എഫക്റ്റ് ഇസ് 2 എന്നങ്ങാണ്ട് പറയുന്നത്. ബാക്കിയുള്ളതിനും ഡിസൈൻ എഫക്റ്റ് ഒന്നും ഇല്ല. 10. So in a hospital-based cross-sectional study, it is planned to estimate the mean D-dimer level among COVID-19 patients. From the previous study, the standard deviation was found to be 200 nanograms per ml. If the researchers wanted to estimate the mean with a 50 nanogram per ml precision and 95% significance level, what is the minimum sample size required? For mean ആയതുകൊണ്ട് sample size will be n equals z square sigma square by d square. അപ്പോൾ z എന്ന് പറയുന്നത് 95% സിഗ്നിഫിക്കൻസ് ലെവൽ ആയതുകൊണ്ട് 1.96 സ്ക്വയർ ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 3.84. സിഗ്മ എന്ന് പറയുന്നത് എന്താണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഹിയർ ഇറ്റ് ഇസ് 200 നാനോഗ്രാംസ് അല്ലേ, അപ്പോൾ 200 സ്ക്വയർ, ഇത് 2 ന്യൂമറേറ്ററിൽ വരും, ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ എന്ന് പറഞ്ഞാൽ പ്രൊസിഷനാണ്. പ്രൊസിഷൻ ഇവിടെ റിലേറ്റീവ് പ്രൊസിഷൻ അല്ല, ആബ്സൊല്യൂട്ട് പ്രൊസിഷൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. 50 നാനോഗ്രാംസ് പെർ ml, അപ്പോൾ 50 സ്ക്വയർ. സോ അപ്രോക്സിമേറ്റ്ലി യു ഗെറ്റ് 61 point something, that is equal to 62. So that's it about assignment 12.